നമസ്കാരം. കഴിഞ്ഞ തവണ സാധാരണ സുജാത മിക്സി എങ്ങനെ ഫ്രഷ് ജ്യൂസറാക്കാം എന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജുകളിൽ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ 7 ലക്ഷത്തോളം പേർ കണ്ടിരുന്നു. ഈ വീഡിയോ കണ്ട ഒത്തിരി പേർ ഈ അറ്റാച്ച്മെൻറ്റ് സ്വന്തമായും ഞങ്ങളുമായി ബന്ധപ്പെട്ടും വാങ്ങിച്ചിരുന്നു. ഇതിൽ ചുരുക്കം പേർ ഇത് മിക്സിയിൽ സെറ്റ് ചെയ്യാൻ സാധിച്ചില്ല, ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നൊരു പരാതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന ആ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാനും ഇനി വാങ്ങിക്കുന്നവർക്കുണ്ടായേക്കാവുന്ന എല്ലാവിധ സംശയങ്ങളും പരിഹരിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ കിടക്കാം. ജ്യൂസർ ഉണ്ടാക്കാനായി ആവശ്യമായി വരുന്ന അറ്റാച്ച്മെൻറ്റ് ആദ്യം പരിചയപ്പെടാം. ഇത് ജ്യൂസർ ബാർട്ടൺ വിത്ത് സ്പൗട്ട്. ഇത് ജ്യൂസർ കവർ വിത്ത് സൈഡ് ക്ലാമ്പ്. ഇത് കട്ടർ സ്പിന്നർ. ഇത് പൾപ്പ് ചാമ്പർ. ഇത് പുള്ളർ. ഇതിൻ്റെയൊക്കെ വില കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോഴുള്ള വിലയാണ്, മാറ്റം വരാം. സുജാത മിക്സി വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സോക്കറ്റ് കൂടി വരുന്നുണ്ട്. ഇത് നമുക്ക് ജ്യൂസറാക്കി മാറ്റുമ്പോൾ ആവശ്യമില്ല. ഇത് അഴിച്ചു മാറ്റിയിട്ട് വേണം ജ്യൂസർ സെറ്റ് ചെയ്യാൻ. 2 ലോക്കുകളിലായി മിക്സിയുടെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ സോക്കറ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് അഴിച്ചെടുക്കാവുന്നതാണ്. ശേഷം മിക്സിയുടെ മുകളിൽ സ്പൗട്ട് ഫിറ്റ് ചെയ്യണം. സ്പൗട്ടിൻ്റെ താഴെ ഭാഗത്ത് ചെറുതായി പ്രൊജക്റ്റ് ചെയ്ത് ഒരു ഭാഗം കാണാം. അതുപോലെ തന്നെ മിക്സിയുടെ സ്വിച്ചിന് മുകളിലായി ഒരു ഗ്രൂവും കാണാം. ഈ ഗ്രൂവിലേക്ക് സ്പൗട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ചേർത്ത് വരത്തക്ക രീതിയിൽ ഉറപ്പിക്കുക. ഇതിനു മുകളിലായാണ് കട്ടർ സ്പിന്നർ ഫിറ്റ് ചെയ്യേണ്ടത്. കട്ടർ സ്പിന്നർ സ്പൗട്ടിന് മുകളിൽ വെച്ച് പ്രസ് ചെയ്താൽ ഇത് കപ്ലറിൽ ലോക്കായി നിൽക്കും. ചിലരെങ്കിലും ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, മുഴുവനായും കാണുക. ഇനി ഇതിന് മുകളിലായി ജ്യൂസർ കവർ ഫിറ്റ് ചെയ്യണം. സ്പൗട്ടിൽ നിന്നും ജ്യൂസ് പുറത്തേക്ക് വരുന്ന ടാപ്പിൻ്റെ എതിർവശത്ത് പൾപ്പ് വരത്തക്ക രീതിയിൽ വേണം ഇത് ഉറപ്പിക്കാൻ. ഇതിന് 2 ക്ലാമ്പുകളാണ് വരുന്നത്. ഒന്ന് സ്വിച്ചിന് മുകളിലായും മറ്റൊന്ന് എതിർവശത്തും. ലോക്ക് ഗ്രൂവിലേക്ക് വെച്ച് പ്രസ് ചെയ്താൽ കവർ അവിടെ ഉറച്ചു നിൽക്കും. ഇനി പൾപ്പ് ചേമ്പർ കൂടി ഫിറ്റ് ചെയ്താൽ ജ്യൂസർ റെഡിയായി. പൾപ്പ് ചേമ്പറിൻ്റെ ഓവൽ ഷേപ്പ് വരുന്ന ഭാഗത്തായി ചെറിയൊരു ലോക്ക് കാണാം. ഇത് ജ്യൂസർ കവറിൻ്റെ ലോക്കുമായി ചേർത്ത് പ്രസ് ചെയ്താൽ ലോക്കാവും. ഇതിൻ്റെയൊക്കെ കൂടെ പുള്ളർ കൂടി ചേർന്നാൽ നമ്മുടെ ജ്യൂസർ കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മൾ ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. വൃത്തിയാക്കിയ ക്യാരറ്റ് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്താണ് ഫ്രഷ് ജ്യൂസിനായി തയ്യാറാക്കിയത്. വൗ, അടിപൊളി! സത്യത്തിൽ ഇത്രയും സൂപ്പറാണെന്ന് ഞാൻ പോലും കരുതിയില്ല. ഇത് സംഭവം പൊളിച്ചു. ഇനി നമുക്കിത് അഴിച്ചു മാറ്റാം. ലോക്ക് അഴിച്ച് ജ്യൂസർ കവറും പൾപ്പ് ചേമ്പറും മാറ്റുക. ഇതിൽ ക്യാരറ്റിൻ്റെ പൾപ്പ് കാണാം. ഇത് നമുക്ക് ചോറിന് കൂടെ വറവുണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വറവ് എന്നാണ് പറയാറ്. ചിലരൊക്കെ ഇതിന് തോരൻ എന്നൊക്കെയാണ് പറയാറ്. ഇനി നമുക്ക് ഓറഞ്ച് ജ്യൂസ് കൂടി ഉണ്ടാക്കി നോക്കാം. തൊലി കളഞ്ഞ ഓറഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ നീര് കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നാലും സംഭവം പൊളിച്ചു. സുജാത മിക്സിയുടെ ജ്യൂസർ അല്ലാത്ത മോഡൽ ജ്യൂസറാക്കി മാറ്റുമ്പോൾ ചിലർക്കെങ്കിലും ഇത് ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. ഇത് എങ്ങനെയെന്നും കൂടി നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മോട്ടോർ കപ്ലറിന് നടുവിലായി ഒരു റബ്ബർ ബുഷ് വരാറുണ്ട്. ജ്യൂസറാക്കുമ്പോൾ ഇത് അഴിച്ചു മാറ്റണം. കാരണം കട്ടർ സ്പിന്നറിൻ്റെ മധ്യഭാഗത്തായി ഇതിലേക്ക് ഇറങ്ങി നിൽക്കും വിധം ഒരു റാഡ് വരുന്നുണ്ട്. ബുഷ് ഉണ്ടെങ്കിൽ ഈ റാഡ് ഇതിലേക്ക് ഇറങ്ങി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മോട്ടോർ കപ്ലറിൻ്റെ അരികിലായി ഒരു സ്പ്രിംഗ് ആക്ഷനുള്ള പാർട്ട് കാണാം. കട്ടർ സ്പിന്നറിനെ കപ്ലറിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഇതും നടുവിലായി വരുന്ന റാഡുമാണ്. ഈ ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കും വിധം കട്ടർ സ്പിന്നറിനും ഒരു ഗ്രൂവ് വരുന്നുണ്ട്. എന്നാൽ ചില കപ്ലറുകൾക്ക് ഈ ഭാഗം കാണാറില്ല. ഇത്തരം മിക്സിയുടെ കപ്ലർ മാറ്റിയിട്ട് മാത്രമേ ജ്യൂസർ ഉപയോഗിക്കാവൂ. അല്ലെങ്കിൽ കട്ടർ സ്പിന്നർ ഇതിന് ടൈറ്റായി കേടുവരാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ സുജാത മിക്സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കാൻ ഈ 5 അറ്റാച്ച്മെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ സാധിക്കും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്